ഇല്ലേ? എന്തു വേണം? അച്ഛൻ ഇവിടെ ഇല്ലേ? ഇല്ല. എവിടെ പോയിരിക്കുന്നു? വന്ന് ചോദിച്ചിട്ട് പറയാം. അച്ഛനെ കണ്ടിട്ടൊരു ആവശ്യമുണ്ടായിരുന്നു. എന്താവശ്യം? അത് ഞാൻ അച്ഛനോട് പറഞ്ഞുകൊള്ളാം. ഇവിടെ അച്ഛനെ പരിചയപ്പെടാൻ വന്നാൽ ഒരു ചൂലിരിപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് വാങ്ങിക്കാൻ വന്നതാ. ഓഹോ, അങ്ങനെയാണോ? ശരി, വരണം വരണം. ആ, ഇതാണോ നിങ്ങൾ വന്ന വഴി? അതെ. എന്നാൽ തിരിഞ്ഞു നോക്കാതെ നടന്നേക്കണം. ചൂല് വീട്ടിൽ കൊടുത്തയക്കാം. കുറച്ച് ഡാൻസും പാട്ടും അറിയാവുന്ന പെൺകുട്ടികളെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്. അവരെയൊക്കെ കയറടിച്ചു വിട്ടിരിക്കുകയാണ്. അത് തെറ്റാണെന്ന് നിങ്ങളുടെ കൂട്ടുകാരോടും പറഞ്ഞേക്കണം. എന്ത് ജന്മമിടായത്? വിഫലം കണ്ണു കാണാൻ പാടില്ല. അയ്യോ, ഇതാരാ? കുഞ്ഞോ? എന്റെ പൊന്നു കുഞ്ഞ്, വളച്ചാക്ക് തലയിലിരുന്നത് കൊണ്ട് കണ്ണു കാണാൻ പാടില്ലായിരുന്നു. കുഞ്ഞ് എവിടെ പോയിട്ട് വരുന്നു? ഞാനിവിടെ ആരെ കാണാൻ പോയിരുന്നു. കണ്ടിട്ട് എത്ര കൊല്ലമായി. വന്നേ, നമുക്ക് വീട്ടിലൊന്ന് കയറിയിട്ട് പോകാം. എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. അതൊക്കുകയില്ല കുഞ്ഞേ. നിങ്ങൾക്കൊന്നും അറിയാൻ മേല. നാട്ടിലൊരു മനുഷ്യൻ സഹായിക്കാനില്ലാതിരുന്നപ്പോ കുട്ടൻപിള്ളയ്ക്ക് കഥകളി പഠിക്കാനും അരങ്ങേറാനും ഒക്കെ പണം തന്ന് സഹായിച്ചത് കുഞ്ഞിന്റെ അച്ഛനാണ്. അന്ന് നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു. വന്നാട്ടെ. ഏതായാലും ഞാൻ ഇനി ഒരിക്കൽ വരാം. ഓ, ഇവിടെ ഒന്ന് കയറിയെന്ന് വെച്ച് വീട്ടിൽ ആരും ഒരു വഴക്കും പറയില്ല. വന്നാട്ടെ. കുഞ്ഞേ, ഇതാണ് എന്റെ കൊച്ചു വീട്. കുഞ്ഞകത്തേക്ക് കയറി ഇരുന്നാട്ടെ. ഞാൻ ഈ വളം അപ്പുറത്ത് വെച്ചിട്ട് വേഗം വന്നേക്കാം. അച്ഛൻ മലയാളത്തിലല്ലേ പറഞ്ഞ അച്ഛൻ ഇവിടെ ഇല്ലെന്ന്? ഇറങ്ങി പോനാ പറഞ്ഞത്. മോളെ ജാനു, അച്ഛൻ എപ്പോ വന്നു? മോളെ, മോള് വേഗം ചായ അവനിരിപ്പില്ലേ, അതും കുറച്ചെടുത്ത് എനിക്ക്. പിന്നെ മാങ്കാവിലെ കൊച്ചുകുറുപ്പ് അപ്പുറത്ത് വന്നിട്ടുണ്ട്. മാങ്കാവിലെ കൊച്ചുകുറുപ്പാ? ഞാൻ എടുത്തു വളർത്തിയ കുഞ്ഞാണ്. മോള് വേഗം ചായ ഉണ്ടാക്ക. അതെ, കുഞ്ഞിരിക്കാത്തോണ്ട്. ഇപ്പൊ കഥകളിക്കൊക്കെ പോകാറില്ലേ? കഴിഞ്ഞതിന്റെ മുമ്പത്തെ കർക്കിടകത്തിൽ ഒരു വാദത്തിന്റെ ഉപദ്രവം വന്നു. അതിനുശേഷം രംഗത്തെ ഔട്ടാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഒരു പെങ്കൊച്ചുള്ളത് ഡാൻസും തിരുവാതിരയും ഒക്കെ പഠിപ്പിക്കാൻ പോകും. അതിന്റെ പച്ചകൊണ്ടൊക്കെ ആയപ്പോ ജീവിക്കുന്നത്. അക്കാഡമിക്ക് ഒരു അപേക്ഷ അയച്ചാൽ എന്താ? എന്റെ കുഞ്ഞെ, ഈ 2 വർഷത്തിനിടയ്ക്ക് ഒരു 30 അപേക്ഷ അയച്ചു. അതൊന്നും നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല കുഞ്ഞെ. അവരെന്തെങ്കിലും അനുവദിക്കാതെ? റെക്കോർഡ് എടുത്തിട്ടായിരിക്കും അനുവദിക്കുന്നത്. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ഇങ്ങനെ പോയാലോ? ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിക്കാതെ പോയാലോ? അലിയാര് സഹായിച്ചത് കൊണ്ടാണ് വളം മേടിക്കാൻ കഴിഞ്ഞത്. അച്ഛാ, ഇങ്ങോട്ട് കൊണ്ടുപോടി പണി. നീ എന്തിനാ ഇത്ര നാണിക്കുന്നത്? ഇതാണ് എന്റെ മകൾ ജാനു. അമ്മയുടെ വീട്ടിലാണ് ഇവൾ വളർന്നതും പഠിച്ചതും ഒക്കെ. ഇവിടെ വന്നിട്ട് കുറച്ച് താഴെ ആയിട്ടുള്ളൂ. കുഞ്ഞു കണ്ടിട്ടുണ്ടോ ഇവിടെ ഇതിനു മുമ്പ്? ഞാൻ കണ്ടിട്ടില്ല. മോള് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് മാധവൻകുട്ടി? ഉണ്ട്. എവിടെ വെച്ച്? ഇവിടെ വെച്ച്. ഇവിടെ വെച്ചോ? ഇവിടെ വെച്ച് തന്നെ. ദേ ഇപ്പോ. കുഞ്ഞ്, ഇതാണ് ഇവളുടെ പ്രകൃതം. ഇവളെ മേയ്ക്കാൻ പറ്റിയ ഒരാളെ കിട്ടാനാണ് വിഷമം. അതിന് പറ്റിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം. അവന് പ്രായം എത്രയായെന്നാ നിന്റെ വിചാരം? നീ ഇങ്ങനെ ഒരു ചിന്തയില്ലാതെ നടന്നാ മതിയോ? അവനെ എവിടെങ്കിലും ഒന്ന് തളച്ചിടണ്ടേ? ആലോചിക്കുന്നുണ്ടമ്മേ. അവനോടുകൂടെ ഒന്ന് ചോദിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു. നീ പോടാ അവിടുന്ന്. ആടിനോട് ചോദിച്ചിട്ട് വേണോ കായ വരയ്ക്കുന്നത്? നീ ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ച അവൻ അതിനെതിര് പറഞ്ഞിട്ട് വേണ്ടേ? അമ്മ, ആ മേച്ചേരി കേശവക്കുറുപ്പിന്റെ മാളെ കണ്ടിട്ടുണ്ടോ? നല്ല പെണ്ണ്, ആവശ്യത്തിനുള്ള മുതലുണ്ട്. ഇതാവുന്ന നിൽക്കണല്ലോ, ഇതിനെ പോലെയും പറ്റുമല്ല. എന്തൊരു നല്ല സ്വഭാവമാണെന്നറിയാമോ? അല്ലെങ്കിൽ ഞാൻ നല്ലതാണെന്ന് ആര് പറഞ്ഞു? പോലെ ഇല്ലോടി അവന്റെ ഒരു ജാതി വർത്തമാനം. അല്ലമ്മേ, അവളുടെ ദേഷ്യം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പറഞ്ഞതാ. പെണ്ണുങ്ങളായ വല്ലപ്പോഴും ഇച്ചിരി ദേഷ്യപ്പെടണ്ടേ അമ്മേ? ആവശ്യത്തിനുള്ള ദേഷ്യമൊക്കെ എനിക്കുണ്ട്.
ആ എന്നാ ദേഷ്യം ഒന്ന് കാണണമല്ലോ. അല്ലേ അവളുടെ അമ്മ അവൾ പറയുന്നത് കേട്ടാമേ. എന്റെ കൈകാക്കിനായിരിക്കുന്ന ഞാൻ വെച്ച് വീക്കി തരും പറഞ്ഞേക്കാം. ഒരു കാര്യം പറഞ്ഞോണ്ട് വരുമ്പോഴ് അമ്മ എന്നൊരു കാര്യം ചെയ്യണം. മാധവൻ കുട്ടിയോട് അമ്മ ഈ വിവരത്തിനെ പറ്റി ഒന്ന് ചോദിക്കണം. അവന്റെ അഭിപ്രായം അറിയാമല്ലോ. ആട്ടെ, നമുക്ക് നമ്മുടെ ശാരദയുടെ നായരെ കൊണ്ടൊന്ന് ചോദിപ്പിച്ചാലും. അളിയുടെ കൊണ്ടോ? ആ അളിയ ഇതിന് പറ്റിയ ആളാ. അമ്മേ, കുമ്പാണ്ടന് നമ്മൾ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. എന്റെ മോനെ, അവൾ അതിന് കിടന്ന് കയറ് പറിക്കുക. അമ്മയ്ക്ക് ഇപ്പോഴത്തെ ചുറ്റുപാട് അറിയാമല്ലോ. കൃഷി കഴിഞ്ഞോട്ടെ, കൃഷി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ആ കാശ് കൊടുക്കാം. അത് കിട്ടിയിട്ട് അവൻ ഏതാണ്ട് തൊഴിൽ തുടങ്ങണമെന്നും ഒക്കെ അവൾ പറയുന്നത് കേട്ടു. ഏതായാലും കൃഷി കഴിഞ്ഞോട്ടെ അമ്മേ. എടി, ഈ കൊയ്ത്ത് കഴിയുന്നത് വരെ കാത്തിരുന്ന നമ്മുടെ കാര്യം നടക്കും എന്ന് പറഞ്ഞാ വല്യേട്ടന്റെ എരുവ വേണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കയ്യിലിരിക്കുന്ന പണം വെച്ച് തുടങ്ങും. ഏത് പണം? 10 പഞ്ചാരം ഉണ്ടെന്ന് പറഞ്ഞത്. എടി, ഞാൻ പട്ടാളത്തിൽ നിന്ന് ഒളിച്ചു പോകുന്നതല്ലേ. എന്റെ മാങ്കാവില, ഞാൻ ചത്തുപോയി എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. അതല്ലേ താടിയും മീശയെല്ലാം വളർത്തി വെച്ചിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, എങ്ങനെയും കരഞ്ഞു പിഴിഞ്ഞ് അമ്മയെ വശത്താക്കി കുറെ പണം അടിച്ചെടുക്ക്. എന്നിട്ട് നമുക്കൊരു കാര്യവിലങ്ങ് സ്റ്റാർട്ട് ചെയ്തോളാം. എന്ത് 10 വെച്ചാൽ 10,000 ഉണ്ടാക്കുന്ന ബിസിനസ് അടി. വല്യേട്ടൻ എങ്ങനെങ്കിലും ശരിയാക്കി എടുക്കാം. കൊച്ചേട്ടനും ചേട്ടത്തിയാണ് അതിനെതിരെ. അത് സംഗതി വേറെയാണ്. അവര് തമ്മിൽ വലിയ കൊലാന. എനിക്കും ആ സംശയമുണ്ട്. ഉണ്ടല്ലോ. എന്നാ ഞാൻ ഈ അമ്മ ഇത്ര ശുദ്ധഗതിക്കാരിയായി പോയല്ലോ. ചേട്ടത്തിയുടെ കയ്യിൽ നല്ല പൂത്ത പണം ഇരിപ്പുണ്ട്. അവരുടെ ഒരു ആവശ്യം വരട്ടെ, അന്നേരം കാണാൻ രൂപ ഇളകുന്നത്. നിന്റെ തോന്നലാ മോളെ. അവിടെ ഇറങ്ങുപോയി ചില്ലി കാശ് പോലും ഇല്ല. അമ്മയെ ഒരു നല്ല വാക്ക് പറഞ്ഞ് മയക്കിയിരിക്കല്ലേ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വീട്ടിൽ എന്തുമാത്രം ചെലവുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. ഇവിടെ നെല്ല് വിറ്റ് വരുന്നതും തേങ്ങ വിറ്റ് വരുന്നതും ഒക്കെ പണമല്ലേ? ഈ കാശൊക്കെ എവിടെയാണെന്ന് അമ്മ ആലോചിക്കുന്നുണ്ടാ? അത് ശരിയാ ആയിരിക്കും. അമ്മയ്ക്ക് അതിൽ വല്ല ശ്രദ്ധയുമുണ്ടോ? അന്നേര് പണം കൊണ്ട് പകട കളിക്കുന്നു. സ്വന്തം മകളുടെ കാര്യം വരുമ്പോ നെറ്റിയെ പോറാൻ ഒരു കൊച്ചു കാശ് പോലും ഇല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, വല്യേട്ടനോട് പറഞ്ഞ് തരാനുള്ള കാശ് തരാൻ പറയണം. ഇല്ലെങ്കിൽ അങ്ങേര് വഴക്കുണ്ടാക്കും. കൊച്ചുരാഘവൻ ഇനി വരട്ടെ, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാതെ പറ്റുകയില്ല. ചേട്ടനത് വേഗം തരണമെന്നുണ്ടമ്മേ. ചേട്ടത്തി സമ്മതിക്കണ്ടേ? ആ പിന്നെ അമ്മോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നാ? പറഞ്ഞ കടന്ന് തുള്ളിച്ചാടരുത്. കാര്യം എന്തോന്നടി? ഈ കൊച്ചേട്ടനും ചേട്ടത്തിയായിട്ട് എന്തോന്നാ അമ്മ എത്ര വലിയ പറച്ചിലും കുശുകുശുക്കും? പോവണേ അവിടുന്ന്. ഞാനൊരു വീക്ക് വെച്ചേരും പറഞ്ഞേക്കാം. ചുമ്മാ തെമ്മാടിത്തരം പറയുന്നു. അമ്മ വിശ്വസിക്കണ്ട. ഒരു ദിവസം ഞാൻ നേരിട്ട് കാണിച്ചു തരാം, അന്ന് വിശ്വസിച്ചാ മതി. നീ നേര് പറയുകയാണോ ശാരദ? ഇത്ര രണ്ടും കെട്ടവളാണോ അവള്? ഞാനത് കുറച്ചു ദിവസമായിട്ട് കാണുന്നുണ്ടമ്മേ. അമ്മേ, കണിയാട്ടി വന്നിരിക്കുന്നു. അതിനിപ്പോ ഞാൻ എന്താ വേണം? ഞാൻ അവളെ കൊണ്ട് എതിരേക്കണം. ഇന്ന് കഞ്ഞി വെച്ചില്ല, ഇരുന്നാഴി അരി വേണമെന്ന് പറഞ്ഞാ വന്നിരിക്കുന്നത്. അതിന് എന്നോട് പറയുന്നത് എന്തിനാ? വെച്ചുകൂട്ടും സമ്പാദ്യമല്ല നിന്റെ കൈവശം ഇല്ലേ? അമ്മ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഓ, എനിക്ക് വയസ്സായില്ലയോ? നിനക്ക് ഇണങ്ങുന്ന തരത്തിലൊക്കെ വർത്തമാനം പറയാൻ എനിക്കറിയാമോ? പക്ഷേ എന്റെ കണ്ണു കെട്ടിക്കളയാമെന്ന് നീ കരുതണ്ട. 3 പെറ്റുള്ളെങ്കിലും നീ ജനിക്കുന്നതിന് മുമ്പ് ഒരു കുടുംബജീവിതം തുടങ്ങിയോളാ ഞാൻ. അമ്മ എന്തിന് ഇതൊക്കെ പറയുന്നത്? നീ നിന്റെ കാര്യം നോക്കിയോണം പറഞ്ഞേക്കാം. നിങ്ങൾ രണ്ടുപേരും എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. ഞാൻ അവർക്ക് നാഴി അരി കൊടുത്തോട്ടെ? നാഴി ഇടങ്ങളിൽ എത്രയെങ്കിലും കൊടുത്തേ, എന്നോടൊന്നും ചോദിക്കണ്ട. അമ്മയോട് ചോദിക്കാതെ ഒരു നുള്ളു ഉപ്പ് പോലും ഞാൻ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. ഈ അമ്മയാ മോളെ ഞാൻ നുള്ളി കളയേണ്ടത്. കളഞ്ഞില്ലെങ്കിൽ കുടുംബം വെളുത്തു പോകും, അറിയാമോ? എന്താ അറിയുന്നത്? കുഞ്ഞാണോ? കുഞ്ഞേ, ഇവൻ എന്നെ 5-6 ദിവസം കൊണ്ടിട്ട് കളിപ്പിക്കുന്നു. ഏതായാലും കണിയാരെ പിടിച്ചെടുത്തല്ലോ. ഇനി ഇവന്റെ ഒരു പേമ്പറന്നോറുണ്ട്, അവളെ കൂടെ ഒന്ന് കിട്ടണം. കണിയാരി ചൂണ്ട ഒന്ന് തന്നാട്ടെ. ഞാനൊന്ന്. അയ്യോ, കുഞ്ഞിന്റെ കൈയൊക്കെ അഴുക്കാകും. സാരമില്ല കണിയാരി. എന്നിട്ടേ ബഹളം വെക്കാതെ പതുക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അനങ്ങി വരുമ്പോ അവള് കയറി കൊത്തും. ഞാന് ഇവനെ കൊണ്ടുള്ള ഷാപ്പിലൊന്ന് പോയി ഒന്ന് തിളപ്പിച്ച് അങ്ങനെ. ആയതാലേ ചൂണ്ടക്കാരാ, നാണമില്ലല്ലോ ഇങ്ങനെ ഇരുന്ന് ചൂണ്ടയിടാൻ. വല്ലവരും കണ്ടാൽ എന്തു കുറച്ചില്ല. ആ കണിയാരുടെ ചൂണ്ടയാ. ഇതുവഴി വന്നപ്പോ ഒരു രസത്തിന് വാങ്ങിയിട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് മീൻ വല്ലതും കിട്ടിയോ? ഒരു പെൺമീൻ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷെ അതിന് കൊത്താൻ വലിയ മടി. ചൂണ്ടയാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. എന്നാലും പെണ്ണല്ലേ, എപ്പോഴെങ്കിലും കൊത്താതിരിക്കുമോ? അത് ചൂണ്ടക്കാരന്റെ ക്ഷമ പോലെ ഇരിക്കും. ക്ഷമ വളരെ കുറവാണ്. അതുകൊണ്ട് ചൂണ്ടയിടൽ നിർത്തിയിരിക്കുന്നു. വേണ്ട വേണ്ട, ഞാൻ പോയേക്കാം. ജാനു, നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. ഞാൻ നാളറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി.
എന്നോട് പരിഭവിക്കരുത്. ഒരിക്കലുമില്ല. നിന്റെ അന്നത്തെ തന്റെ ഇടമാണ് എന്നെ കിറുക്ക് പിടിപ്പിച്ചത്. വാസ്തവത്തിൽ നിന്നെ നകലാൻ കഴിയാത്ത വണ്ണം നീ എന്നെ കുരുക്കിക്കളഞ്ഞ. ഞങ്ങൾ പാവങ്ങളാണ്. സ്വത്തും കുടുംബ മഹാത്മ്യവും ഒന്നും ഞങ്ങൾക്കില്ല. ഞാൻ ജാനുവിനെയാണ് സ്നേഹിക്കുന്നത്. സ്വത്തും കുടുംബവും എനിക്ക് പ്രശ്നമല്ല. ജാനു എന്നും എന്റേതായിരുന്നാൽ മാത്രം മതി. ലോകത്തിൽ വെച്ച് ഏറ്റവും വലുത് എനിക്ക് എന്റെ അച്ഛനാണ്. അദ്ദേഹം അനുവദിക്കുമെങ്കിൽ. മതി ജാനു, അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതെന്താണ്? പ്രസാദം. അയ്യോ, എന്തായി കാണിക്കുന്നത്? വല്ലവരും കണ്ടാൽ ഈ ലോകം മുഴുവൻ കാണുക നിന്റെ നെറ്റിയിൽ കുതുടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കുഞ്ഞെ കൊത്തിയോ? ഞാൻ പോകുന്നു. ഇതേതാ കുഞ്ഞെ പുതിയ മീന്? താൻ പോടോ അവിടെ നിന്ന്. ചിക്കൻ രാശി നോക്കിയാ ഗവലം ശുഭശീക്രം ചിങ്ങം കരിയാർക്കുള്ളത് കൊണ്ട് നേരത്തേക്ക് തരണം. തന്റെ നാവ് ചുമ്മാ കിടക്കല്ലേ? കുഞ്ഞു ചൂണ്ടേന്തിയേ? അവിടെ ഉണ്ട്.